ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ ഓരോ വീടിൻ്റെ മതിലിൻ്റെ മുകളിൽ നിന്ന് പറിക്കുന്ന പൂവിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ ചെമ്പരത്തിപ്പൂവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഹെയർ കെയർ വീഡിയോ ചെയ്യാനെന്ന്. എന്നാലല്ല, നമുക്കിന്നൊരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ. ഗായ്സ്, അപ്പോൾ നമ്മളിത് ഇന്ന് ചെമ്പരത്തിപ്പൂ വെച്ച് സ്ക്വാഷ് ഉണ്ടാക്കാൻ പോകണേണ്. അപ്പോൾ നമ്മളിന്ന് വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചെമ്പരത്തി വെച്ചിട്ടാണ് സ്ക്വാഷ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ചെമ്പരത്തി എടുത്തിട്ട് പൂമ്പൊടി കളഞ്ഞിട്ട് വെള്ളത്തിലെടുത്ത് നന്നായിട്ട് തിളപ്പിക്കണം. ഇഞ്ചി ചതച്ചത് ഇടുന്നത്, പിന്നെ ഗ്രാമ്പ് ഇടുന്നത് നല്ലതായിട്ട്, പിന്നെ നല്ല രീതിയിൽ പഞ്ചസാര ഞാൻ പക്ഷേ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ചെമ്പരത്തി പോലെ കളറൊക്കെ ഇളകി വെള്ളത്തിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്വാഷ്. നമ്മുടെ സ്ക്വാഷ് കുറച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നല്ല തണുത്ത വെള്ളം ഒഴിക്കണം. കളറൊന്നും അങ്ങോട്ട് പിന്നീട് ആ മാജിക്ക് കാണും. നമ്മൾ നാരങ്ങ നീര് ഒഴിക്കുമ്പോഴേക്കും നല്ല റെഡ് കളറായിട്ട് വരും. ഐസ് ക്യൂബും കസ്കസും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും കേട്ടോ. സാധാരണ നമ്മൾ മുടി ഒഴിച്ചിലും താരനൊക്കെ മാറാനായിട്ട് ചെമ്പരത്തി താളിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതൊരു വെറൈറ്റി മാത്രമല്ല, ശരീരത്തിൽ അനാവശ്യ കൊഴുപ്പ് നീക്കം ചെയ്യാൻ ചെമ്പരത്തിക്ക് നല്ല കഴിവുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പ്രമേഹം, രക്തസമ്മർദ്ദത്തിനൊക്കെ നല്ലതാണ് കേട്ടോ. വിറ്റാമിൻ സിയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെമ്പരത്തി കൊണ്ട് എല്ലാ ദിവസവും ചായയോ ഇതുപോലുള്ള പാനീയങ്ങളും ഉണ്ടായി കുടിക്കുന്ന സൗന്ദര്യം വർദ്ധിപ്പിക്കാനും നല്ലതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ചെമ്പരത്തി കൊണ്ട് ഇത്രയും ഗുണങ്ങൾ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക് യു.